നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിന്റെ ചരിത്ര പശ്ചാത്തലം പറയുമ്പോൾ നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസുകളുടെ പശ്ചാത്തലം തന്നെയാണ് പ്രധാനമായിട്ടും പറയേണ്ടി വരുന്നതെന്ന് നമുക്കറിയാം. ഒന്നാമത്തേതായി നിക്യ സൂനഹദോസിന്റെ ചരിത്ര പശ്ചാത്തലമാണ്. അതിന് പശ്ചാത്തലമായി നിൽക്കുന്ന ഒരു അബദ്ധ പ്രബോധനം അല്ലെങ്കിൽ പാഷണ്ഡത, തെറ്റായ പ്രബോധനമാണ് ആര്യനിസം. രണ്ടാമത്തെ സാർവത്രിക സൂനഹദോസായ ഒന്നാം കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസിന്റെ പുറകിലുള്ള അല്ലെങ്കിൽ പശ്ചാത്തലമായി നിൽക്കുന്ന രണ്ട് പാഷണ്ഡതകളാണ് അപ്പോളിനാരിസം, മാസിഡോണിയനിസം. നെവുമറ്റോമാക്കിയനിസം എന്ന പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് പാഷണ്ഡതകൾ എന്താണെന്നൊന്ന് പറയണം. അതിനുശേഷം നിക്യ സൂനഹദോസും കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസും പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയണം. ഇതാണ് ഈ നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിന്റെ ദൈവശാസ്ത്ര ചരിത്ര പശ്ചാത്തലം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയത്. ആദ്യമേ തന്നെ എന്താണ് ആര്യനിസം എന്ന പാഷണ്ഡത? ആരിയൂസ് എന്ന ഒരു വൈദികനാണ് ഇത് പഠിപ്പിച്ചത്, ഈ തെറ്റായ പ്രബോധനം നടത്തിയത്. അദ്ദേഹം വലിയ തത്വ ചിന്തയൊക്കെ ഉള്ള മനുഷ്യനായിരുന്നു. താത്വിക ചിന്തയിലൊക്കെ അധിഷ്ഠിതമായി കാര്യങ്ങളെ മനസ്സിലാക്കിയ വ്യക്തിയാണ്. അദ്ദേഹം ചിന്തിച്ചത്, പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: ദൈവിക സത്ത ഒന്നേ ഉള്ളുവെങ്കിൽ അതിൽ പലർക്ക് പങ്കുചേരാൻ സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വാദിച്ചു, പിതാവ് മാത്രമാണ് യഥാർത്ഥ ദൈവം. ദൈവത്തിന്റെ ആദ്യ ജാതനാണ് പുത്രൻ. പിതാവിൽ നിന്ന് ജനിക്കുന്നതിന് മുൻപ് പുത്രൻ ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. There was a time when he was not എന്ന പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ വാചകം അതാണ്. അപ്പോൾ മറ്റെല്ലാ സൃഷ്ടികളെക്കാൾ മുമ്പ് പുത്രൻ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ ആരിയൂസ് പറയുന്ന ഒരു കാര്യം, ആരിയൂസ് ഒരു പ്രത്യേക സ്ഥാനം പുത്രന് കൊടുക്കുകയാണ്. ദൈവത്തോടൊപ്പമല്ല, എന്നാൽ ആദ്യ സൃഷ്ടിയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് താഴെയാണ്, എന്നാൽ മറ്റ് സൃഷ്ടികളെക്കാൾ ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ്. കാരണം മറ്റെല്ലാ സൃഷ്ടികളെക്കാൾ മുമ്പ് സൃഷ്ടിക്കപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ആരിയൂസ് പുത്രൻ ഒരു സൃഷ്ടി മാത്രമാണ് എന്ന് പഠിപ്പിച്ചു. പുത്രന്റെ ദൈവത്വം നിഷേധിച്ചു. അപ്പോൾ ഇപ്രകാരം ആരിയൂസ് പഠിപ്പിച്ചപ്പോൾ നമുക്കറിയാം, അടിസ്ഥാന വിശ്വാസം തന്നെയാണ് നിഷേധിക്കപ്പെട്ടത്. ആരിയൂസ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്ന അടിസ്ഥാന ദൈവ വിശ്വാസം, ക്രൈസ്തവ വിശ്വാസം നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഈശോയുടെ ദൈവത്വം നിഷേധിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സൃഷ്ടിച്ചത് പുത്രനാണ് എന്നാണ് ആരിയൂസ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം ഇന്നേവേ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സഭ നേരിടേണ്ടി വന്ന ആദ്യ സാർവത്രിക സൂനഹദോസിനെ കളമൊരുക്കിയ, വിളിച്ചു ചേർക്കാൻ നിർബന്ധിതമാക്കിയ ഒരു സാഹചര്യം ഇതായിരുന്നു. സത്യത്തിൽ ഇങ്ങനെ ഒരു പഠനം ആരിയൂസ് നടത്തിയപ്പോൾ കുറെ പേര് ആരിയൂസിനെ അനുകൂലിച്ചു, ചിലർ എതിർത്തു. ഇങ്ങനെ എതിർത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തി നമുക്കറിയാം, സഭാപിതാവായ അത്തനേഷ്യസ് ആണ്. അതുപോലെ തന്നെ അലക്സാണ്ട്രിയയിലെ മെത്രാനായിരുന്ന അലക്സാണ്ടർ ആരിയൂസിന്റെ പഠനങ്ങളെ ശപിച്ച് തള്ളി. എന്നാലും ആരിയൂസിന്റെ പഠനങ്ങൾ സഭയിലെ വ്യാപിക്കാൻ തുടങ്ങി. ഇപ്രകാരം സഭയിൽ ഒരു പിളർപ്പുണ്ടാകരുത് ഇതിന്റെ പേരിൽ എന്ന് ആഗ്രഹിച്ചിട്ടാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി AD 325 നിക്യായിൽ വെച്ച് സാർവത്രിക സൂനഹദോസ് വിളിച്ചുകൂട്ടി. അപ്പോൾ അടിസ്ഥാനപരമായ ആരിയൂസ് പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. ആരിയൂസിന്റെ അഭിപ്രായത്തിൽ ദൈവം ഒരുവനേ ഉള്ളൂ. ദൈവത്വം സത്ത പലർക്കും ഷെയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുത്രൻ ആദ്യ സൃഷ്ടി മാത്രമാണ്, പരിശുദ്ധാത്മാവും സൃഷ്ടി മാത്രമാണ്, ദൈവം മാത്രമേ സൃഷ്ടിക്കപ്പെടാത്തവനായിട്ടുള്ളൂ. അപ്രകാരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ത്രിത്വേക ദൈവം എന്ന അടിസ്ഥാന വിശ്വാസ സത്യത്തെയാണ് ആരിയൂസ് എതിർത്തത്. നിക്യ സൂനഹദോസ് ആരിയൂസിന്റെ പഠനങ്ങൾ AD 325 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വിളിച്ചുകൂട്ടിയ നിക്യ സൂനഹദോസ് ആരിയൂസിന്റെ പഠനങ്ങളെ പാഷണ്ഡതയായി പ്രഖ്യാപിച്ചു. സഭയുടെ പരമ്പരാഗത വിശ്വാസ പ്രമാണമായി ആദ്യമായി പ്രഖ്യാപനം ചെയ്തത് നിക്യ സൂനഹദോസിലാണ്. ജനിച്ചവനും എന്നാൽ സൃഷ്ടിയല്ലാത്തവനും സത്തയിൽ പിതാവിനോട് സമത്വമുള്ളവനുമാണ് പുത്രനെന്ന്
കൗൺസിൽ പഠിപ്പിച്ചു. സൃഷ്ടിയല്ലാത്തവനും സത്തയിൽ പിതാവിനോട് സമത്വമുള്ളവനും. ഇതിന് ഉപയോഗിച്ച പദം ഹോമോ ഊസിയോസ് എന്നാണ്. ഹോമോ ഊസിയോസ്. ഞാൻ ഈ പദം എടുത്തു പറയാൻ കാരണം ഈ പദത്തിന്റെ പേരിൽ പിന്നീട് സഭയിലെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഹോമോ ഊസിയോസ് എന്ന പദമാണ് പ്രത്യേകമായി കൗൺസിൽ ഉപയോഗിച്ചത്. പിതാവിന്റെ സത്തയിൽ നിന്ന് ജനിച്ച ഏകജാതനാണ് പുത്രൻ. പിതാവിന്റെ സത്തയിൽ പുത്രൻ പൂർണ്ണമായി പങ്കുചേരുന്നു. പുത്രനും സത്യദൈവമാണ്. പുത്രൻ മനുഷ്യത്വം സ്വീകരിച്ച് മനുഷ്യനായി അവതരിച്ചു. പുത്രൻ ഇല്ലാതിരുന്ന സമയം ഉണ്ടായിരുന്നുവെന്നോ പുത്രന് വ്യത്യസ്തമായ ഒരു സത്തയുണ്ടെന്നോ അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നോ പറയുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് കൗൺസിൽ കൃത്യമായി പ്രഖ്യാപിച്ചു. അപ്പോൾ സഭയുടെ പരമ്പരാഗത വിശ്വാസം, സത്യവിശ്വാസം കൗൺസിൽ വ്യക്തമായി പഠിപ്പിച്ചു. പുത്രൻ പിതാവിനോടൊപ്പം തന്നെ ദൈവത്വമുള്ളവനാണ്, ദൈവികനാണ് എന്ന അടിസ്ഥാന സത്യം കൃത്യമായി പഠിപ്പിച്ചു. എന്നാൽ ഈ ആരീസിന്റെ പഠനങ്ങളെ കൗൺസിലെ ശപിച്ചു തള്ളിയെങ്കിലും ചിലര് ഈ ആരീസിന്റെ പഠനങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി എന്ന വണ്ണം കൗൺസിൽ ഉപയോഗിച്ച ഹോമോ ഊസിയോസ്, സമസത്ത, ഏകസത്ത എന്ന പ്രയോഗത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് ഹോമോയ് ഊസിയോസ് എന്ന പ്രയോഗം ആണ് ശരി, അതാണ് സ്വീകരിക്കേണ്ടത് എന്ന രീതിയിൽ ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട്. ഹോമോയ് ഊസിയോസ് എന്ന് പറഞ്ഞാൽ സമസത്തയല്ല, ഒരേപോലെയുള്ള സത്ത. ഒരു സത്തയല്ല, സമസത്തയല്ല, ഏകസത്തയല്ല, മറിച്ച് ഒരേപോലെ, സിമിലർ സബ്സ്റ്റൻസ് എന്ന കാര്യമായി വ്യാഖ്യാനിക്കുന്ന ഒരു ദുർവ്യാഖ്യാനം നടത്തിയ ഒരു സഭയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കൗൺസിലിനെ പുറകിലുണ്ടായ അടിസ്ഥാനപരമായ ഒരു അബദ്ധ പ്രബോധനം, തെറ്റായ പ്രബോധനം, പാഷണ്ഡത, ആര്യനിസം. അതിന് കൗൺസിൽ നൽകിയ മറുപടി. ഈ കൗൺസിലിൽ ഉരുത്തിരിഞ്ഞു വന്ന അല്ലെങ്കിൽ പഠിപ്പിച്ച, പ്രഘോഷിച്ച അടിസ്ഥാന വിശ്വാസ പ്രമാണം നിക്യ സൂനഹദോസിന്റെ വിശ്വാസ പ്രമാണം എന്ന പേരിൽ നമുക്ക് ലഭ്യമാണ്.